ഈ ഒരു സെഷനിൽ KTU 2019 സ്കീമിൽ നടന്നിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടക്കുന്നത് അല്ലേ. KTU 2019 സ്കീം പ്രകാരമുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് നടക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് CET206 ആണല്ലേ. CET206 ആണ്. 2019 സ്കീമിലെ KTU പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നീറ്റായിട്ട് എഴുതുക. വെറുതെ പാരഗ്രാഫ് ആക്കി എഴുതാതെ എല്ലാ പോയിന്റുകളും പോയിന്റ് ആക്കി തന്നെ എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളെല്ലാം ബുള്ളറ്റ് ഇട്ട് പോയിന്റ് ആക്കി എഴുതുക അല്ലേ. ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ അതിനെ ബോക്സ് ചെയ്യുക. ഫൈനൽ ആൻസറിനെ അണ്ടർലൈൻ ചെയ്യുക. ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ബോക്സ് ചെയ്യണം അല്ലേ. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കാണിക്കുക, ഇക്വേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്യുക. സോ നമുക്ക് മൊഡ്യൂൾ 1 അല്ലെ 5 മൊഡ്യൂളാണ് നമുക്കുള്ളത്. മൊഡ്യൂൾ 1 നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കറിയാം ഓരോ മൊഡ്യൂളിൽ നിന്നും 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് പാർട്ട് ബിയിലുള്ളത് എന്താണ്, essay ക്വസ്റ്റ്യൻസ് ആണ് 14 മാർക്കിൻ്റെത്. അതിന് നമുക്ക് ചോയ്സ് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും ചോയ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. മൊഡ്യൂൾ 1 പാർട്ട് എ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ സെക്ഷൻ ഓഫ് എ ടു ലൈൻ നാഷണൽ ഹൈവേ ഓൺ എൻ എംബാക്ക്മെന്റ്. സോ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 മാർക്ക് വരാൻ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, 2 ലൈൻ്റെ സെക്ഷൻ വരയ്ക്കണം. അതിൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഡയമെൻഷൻസും മാർക്ക് ചെയ്യണം. നോക്കിയേ, അപ്പോൾ നമ്മൾ വരച്ച് തന്നെ കാണിക്കും. ആദ്യം റഫായിട്ട് ഫിഗർ ഒന്ന് കാണിക്കാം. നോക്കിയേ, ഇതാണ് 2 ലൈൻ നാഷണൽ ഹൈവേ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ നമ്മൾ വരച്ച് കാണിക്കും, എന്നാലും റഫ്ലി നിങ്ങൾ നോക്കുക അല്ലേ. ഇതാണ് നമ്മുടെ കാരേജ് വേ എന്ന് പറയുന്നത്. കാരേജ് വേ കഴിഞ്ഞാൽ പിന്നെ എന്ത്, നമുക്ക് ഷോൾഡേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഇതാണ് എംബാക്ക്മെന്റ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ മുകളിലാണ് റോഡ് ഉള്ളത് അല്ലേ. സോ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിയാൽ അല്ലേ, ഇങ്ങനെയാണ് റോഡ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 ഡയമെൻഷനിൽ നമ്മൾ ഫിഗർ കാണിക്കുമ്പോൾ. ആൻഡ് ഈ റോഡിന് സർട്ടൺ ബൗണ്ടറീസ് ആർ അവൈലബിൾ. ഇത്രയും വിടുത്താണ് നമുക്ക് റോഡ് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനാണ് നമ്മൾ ലാൻഡ് വിടുത്ത് എന്നൊക്കെ പറയുന്നത്. സോ ഇത് നിങ്ങൾ വരച്ച് കാണിക്കണം. ഓക്കെ അല്ലേ. സോ എക്സാം ഹോളിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എക്സാം ഹോളിൽ നിങ്ങൾ ആദ്യം കാരേജ് വേ വരയ്ക്കണം അല്ലേ. എത്രയാണ് കാരേജ് വേൻ്റെ വിടുത്തൊക്കെ നോക്കി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് 7 മീറ്റർ. 2 ലൈൻ അല്ലേ, 7 മീറ്റർ ആണ്. ആൻഡ് ഷോൾഡേഴ്സ് എത്രയാണ് നമുക്കറിയാം, 2.5 മീറ്റർ ആണ് ഫോർ 2 ലൈൻ നാഷണൽ ഹൈവേ അല്ലേ. IRC കോഡ് സ്പെസിഫിക്കേഷൻ ആണ്. സോ നമ്മളിത് വരയ്ക്കണം. ഓക്കെ, ഈ സ്കെച്ച് വളരെ സിമ്പിളായിട്ട് വരയ്ക്കുക, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട അല്ലേ. സോ വെഹിക്കിൾ ആക്ച്വലി ട്രാവൽ ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയാം, കാരേജ് വേ എന്ന് പറയാം. കാരേജ് വേ എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ എത്രയാണ് തിക്നെസ്, 7 മീറ്റർ ആണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അവൈലബിൾ ആണ്, യെസ് വീണ്ടും പേയ്മെൻറ്റ് തന്നെ അവൈലബിൾ ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് മച്ച് പോർഷൻ ഈസ് ഷോൾഡേഴ്സ് ആണ് അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, ഷോൾഡേഴ്സ് വിച്ച് ഈസ് ഈക്വൽ എത്രയാണ്, 2.5 മീറ്റർ ആണ് ഫോർ 2 ലൈൻ നാഷണൽ ഹൈവേ. ഇതും എന്താണ്, ഷോൾഡർ ആണ് അല്ലേ. ഷോൾഡർ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ ആണ്. ഇതാണ് ബേസിക്കലി റോഡ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന കാരേജ് വേയിലൂടെയാണ് വണ്ടികൾ പോവുക. ഷോൾഡറിൻ്റെ ഉദ്ദേശം എന്താണോ, എമർജൻസി പർപ്പസിൽ അഥവാ കാരേജ് വേയിൽ മൂവ് ചെയ്യുന്ന വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അത് കാരേജ് വേയിൽ നിർത്താതെ ഷോൾഡറിലേക്ക് മാറ്റി നിർത്തണം. സോ ദാറ്റ് ബാക്കിയുള്ള വണ്ടികൾക്ക് അതൊരു ബ്ലോക്ക് ആവരുത്, ഒരു കൺജഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവരുത്. ആൻഡ് ഷോൾഡേഴ്സിൻ്റെ സർഫസ് കാരേജ് വേൻ്റെ സർഫസ് വെച്ച് നോക്കുമ്പോൾ റഫറാണ്. കാരണം നമ്മൾ ഷോൾഡറും കൂടി സ്മൂത്തായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും ഷോൾഡർ കൂടി വണ്ടി ഓടിക്കാൻ തുടങ്ങും. ഷോൾഡറിൽ വണ്ടി ഓടിക്കാനുള്ളതല്ല, എമർജൻസി പർപ്പസിൽ സൈഡാക്കി നിർത്താൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബിറ്റുമിന് സർഫസ് ആണ്. അത് റഫറായിരിക്കും, നല്ല റഫറായിരിക്കും. സോ നമുക്ക് സ്മൂത്ത് റൈഡിങ് പോസിബിൾ അല്ല. ഓക്കെ അല്ലേ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് മെയ്ഡ് സ്മൂത്ത്. ബാക്കി എന്താണ്, ഇത്രയും പോർഷനാണ് അല്ലെ എംബാക്ക്മെന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കാരേജ് വേ ആൻഡ് ഷോൾഡേഴ്സ്. ഇതാണ് നമ്മുടെ എംബാക്ക്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ എർത്ത് ഫിൽ എന്ന് പറയും, ഇസ്ന്റ് ഇറ്റ്. സോ ഇത്രയും പോർഷനിലാണ് നമുക്ക് എന്തുണ്ടാവുക, റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് റോഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റോഡ് കൺസ്ട്രക്ട് ചെയ്യണമെന്നാണ് IRC പറയുന്നത്. ഇഫ് യു ആർ ഡിസൈനിങ് ദ റോഡ് ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ റോഡ് ഉണ്ടാക്കണം. ഓക്കെ അല്ലേ. ഇതിൽ എന്തൊക്കെയാണ് ബൗണ്ടറീസ് അവൈലബിൾ, ഏതൊക്കെയാണുള്ളത്, വിച്ച് ആർ ദ ബൗണ്ടറീസ് അവൈലബിൾ. ഇതാണ് മെയിൻ സെക്ഷൻ. ഇതിൽ കൂടുതലൊന്നും വരയ്ക്കാനില്ല. ഓക്കെ അല്ലേ. ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഇതാണ്. ഈ ഒരു എംബാക്ക്മെന്റിന്റെ ഈ ഒരു അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നമ്മൾ 2 ബൗണ്ടറി ലൈൻസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബൗണ്ടറി ലൈൻ നമ്മൾ എന്ത് പറയും, ദിസ് സിസ്റ്റം ആസ് റോഡ് ബൗണ്ടറി അല്ലേ. സോ നമുക്ക് അതിനെ ചരിച്ച് എഴുതാൻ വേണമെങ്കിൽ ഓക്കെ ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ആയിരിക്കും. നോക്കി ഇതേതാണോ, ഈ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് സിസ്റ്റം ആസ് റോഡ് ബൗണ്ടറി എന്നാണ് ഇതിന് പറയുക അല്ലേ. ഇതിനാണ് നമ്മൾ റോഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ചുരുക്കി RB എന്ന് എഴുതി, 2 സൈഡിലും നിങ്ങൾ എഴുതണം. ഓക്കെ അല്ലേ. ഈ ലൈനാണ് നമ്മൾ റോഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. ആൻഡ് ഈ റോഡ് ബൗണ്ടറിക്ക് ഇടയിലുള്ള ഇത്രയും വെടുത്താണ് നമുക്ക് വേണ്ടത്
എന്തിന് പേയ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ. ദിസ് ഈസ് ദ വിഡ്ത്ത് റിക്വയർഡ് ഫോർ ദ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ലാൻഡ് വിഡ്ത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ റൈറ്റ് ഓഫ് വേ എന്ന് പറയും അല്ലേ. റൈറ്റ് ഓഫ് വേ എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു യൂഷ്വലി എത്രയാണ് 30 to 45 മീറ്റർ ആണ്. ഈ ഡയമെൻഷനും കൂടി എഴുതി വെക്കണം. സോ റൈറ്റ് ഓഫ് വേ അല്ലെങ്കിൽ ലാൻഡ് വിഡ്ത്ത്, ഇറ്റ് ഈസ് എ ലാൻഡ് റിക്വയർഡ് ഫോർ ദ ഇറ്റ് ഈസ് എ വിഡ്ത്ത് ഓഫ് ദ ലാൻഡ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എ ഹൈവേ അല്ലെങ്കിൽ പേയ്മെൻറ്റ്. ക്ലിയർ അല്ലേ? യെസ്. ഇനിയും നമുക്ക് ബൗണ്ടറി ലൈൻസ് അവൈലബിൾ ആണ്. ഈ റോഡ് ബൗണ്ടറി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ബൗണ്ടറി ലൈൻ അവൈലബിൾ ആണ്. ഇതിനാണ് എന്താ പറയുക, യെസ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ബിൽഡിംഗ് ലൈൻ അല്ലേ. ആ ബൗണ്ടറി ഈ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിൽഡിംഗ് ലൈൻ. ദിസ് ഈസ് ടേംഡ് ആസ് ബിൽഡിംഗ് ലൈൻ ആണ്. അത് ഇവിടെ ഉണ്ടാവും, നമ്മൾ അതിനെ ചുരുക്കി BL എന്ന് എഴുതി. എന്താണ് ബിൽഡിംഗ് ലൈൻ? നിങ്ങൾ എന്തെങ്കിലും റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ബിൽഡിംഗ് ബിയോണ്ട് ദീസ് ലൈൻസ് അല്ലേ. ഈ ബിൽഡിംഗ് ലൈനിനിടയിലും റോഡ് ബൗണ്ടറിക്കിടയിലും യാതൊരു തരത്തിലുള്ള കൺസ്ട്രക്ഷൻ പാടില്ല ഇൻ ബിറ്റ്വീൻ റോഡ് ബൗണ്ടറി ആൻഡ് ബിൽഡിംഗ് ലൈൻ. ഓക്കെ. ആൻഡ് ഈ ബിൽഡിംഗ് ലൈൻ ടു ബിൽഡിംഗ് ലൈൻ വിഡ്ത്ത് വരുന്ന യൂഷ്വലി എത്രയാണ്, 80 മീറ്റർ ആണ്. ഇത് നമുക്ക് IRSലുള്ള ഫിഗറാണ്. ഇനിയും നമുക്കൊരു ലൈൻ അവൈലബിൾ ആണ്. ഏതാടോ? ഇനിയും നമുക്കൊരു ബൗണ്ടറി ലൈൻ അവൈലബിൾ ആണ്. ഓക്കെ. ഇതിനാണ് നമ്മൾ എന്താ പറയുക, കൺട്രോൾ ലൈൻ എന്ന് പറയാം. ഓക്കെ. ദിസ് ഈസ് ടേംഡ് ആസ് കൺട്രോൾ ലൈൻ ആണ്. ആൻഡ് ഈ കൺട്രോൾ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരാറുള്ളത്, അറൗണ്ട് 150 മീറ്റർ ആണ്. കൺട്രോൾ ലൈൻ ടു കൺട്രോൾ ലൈൻ അറൗണ്ട് 150 മീറ്റർ ആണ്. എന്താണ് കൺട്രോൾ ലൈൻ? യെസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിൽഡിംഗ് ലൈനും കൺട്രോൾ ലൈനും ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ടെമ്പററി കൺസ്ട്രക്ഷൻ ഉണ്ടാക്കാം. ദാറ്റ് ഷുഡ് ബി ടെമ്പററി ആയിരിക്കണം. പെർമനന്റ് ആയിട്ടുള്ള യാതൊരു സ്ട്രക്ചേഴ്സും ഉണ്ടാക്കാൻ പാടില്ല ഇൻ ബിറ്റ്വീൻ ബിൽഡിംഗ് ലൈൻ ആൻഡ് അല്ലെ റോഡ് ബൗണ്ടറിക്കും ബിൽഡിംഗ് ലൈനും ഇടയിൽ യാതൊന്നും പാടില്ല. ബിൽഡിംഗ് ലൈനും കൺട്രോൾ ലൈനും ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാം. ദാറ്റ് ഷുഡ് ബി ടെമ്പററി ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പൊളിച്ച് മാറ്റണം എന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഏത് പറയുന്നത്, ദിസ് ഈസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ 2-way നാഷണൽ ഹൈവേ. ക്രോസ് സെക്ഷൻ ഓഫ് 2-way നാഷണൽ ഹൈവേ ആണ്. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയൊരു എന്താണ് പേരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആവുകയാണ്. എല്ലാ ഡയമെൻഷൻസും മാർക്ക് ചെയ്യണം. 150 മീറ്റർ, 80 മീറ്റർ, 30 to 45 മീറ്റർ. യെസ്. കാരേജ് വേ 7 മീറ്റർ ആണ്. ഷോൾഡർ 2.5 മീറ്റർ ആണ്. ആൻഡ് ഈ ഷോൾഡറിന് കഴിഞ്ഞിട്ടുള്ള ഈ പോർഷൻ അല്ലെ, ബൗണ്ടറി ലൈൻ വരെയുള്ള ഈ ഒരു പർട്ടിക്കുലർ പോർഷനാണ് നമ്മൾ എന്ത് പറയുക, റോഡ് മാർജിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സർവീസ് ലൈൻ അല്ലെ, സൈക്കിൾ പാത്ത്, അത്തരത്തിലുള്ള ലൈൻസ് എല്ലാം സർവീസ് ലൈൻസ്, സൈക്കിൾ പാത്ത് അല്ലെ, ഫുട് പാത്ത്, ഈ പറയുന്ന സാധനങ്ങളാണ് എവിടെ വരിക, റോഡ് മാർജിൻ. ഇവിടെ നമുക്ക് RM എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇത്രയും പോർഷൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. നീറ്റായി സ്കെച്ച് വരിക, അതിൻ്റെ ഡയമെൻഷൻസ് കാണിക്കുക, ആൻഡ് ബിൽഡിംഗ് ലൈൻസും ബൗണ്ടറി ലൈൻസും കൺട്രോൾ ലൈൻസും കാണിക്കുക. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സംഭവം വരച്ച് കഴിഞ്ഞാൽ 3 മാർക്ക് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ഫോർ 3 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലിസ്റ്റ് ഓഫ് ദ നെസസിറ്റി ആൻഡ് റിക്വയർമെന്റ് ഓഫ് ട്രാൻസിഷൻ കർവ് അറ്റ് ഹൊറിസോണ്ടൽ കർവ് ആണ്. ട്രാൻസിഷൻ കർവിൻ്റെ ആവശ്യകത ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹൗ ദ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഇസ് ഡിറ്റർമൈൻഡ്. സോ ഇതിൽ 3 മാർക്കാണ് ക്വസ്റ്റിന്. നിങ്ങൾ അതിൻ്റെ റിക്വയർമെൻറ്റും നെസസിറ്റിയും പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം 3 ഇക്വേഷൻസ് ഉണ്ട്. ആ 3 ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അല്ലേ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് 2 മാർക്ക് കിട്ടും. സോ 1 മാർക്ക് നെസസറി ആൻഡ് റിക്വയർമെൻറ്റിനാണ്. ദെൻ ഹൗ ദ ലെങ്ത് ഈസ് ഫൗണ്ട് എന്ന് പറയുന്നതിന് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ 2 മാർക്കാണ്. ക്ലിയർ അല്ലേ? നെസസറി നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് നെസസിറ്റി. എന്താ ട്രാൻസിഷൻ കർവ് ആദ്യം നമുക്ക് പറയാം അല്ലേ. സ്ട്രെയിറ്റ് പോർഷൻ ഇതാണ് നമ്മുടെ ഹൈവേയിലെ സ്ട്രെയിറ്റ് പോർഷനാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു കേർവ്ഡ് പോർഷൻ അവൈലബിൾ ആയിരിക്കും അല്ലേ. ഇത് കേർവ്ഡ് പോർഷനാണ്. പെട്ടെന്ന് ഈ സ്ട്രെയിറ്റ് നിന്ന് കർവിലേക്ക് നമ്മൾ മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിലെ സ്ട്രെയിറ്റിലൂടെ ഇങ്ങനെ പോവുകയാണ്, പെട്ടെന്ന് നമ്മൾ കർവ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു റൈഡിങ് ഡിസ്കംഫർട്ടബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ സ്ട്രെയിറ്റ് പോർഷനും ഈ ഒരു കേർവ്ഡ് പോർഷനും ഇടയിൽ നമ്മൾ ഒരു ട്രാൻസിഷൻ പോർഷൻ പ്രൊവൈഡ് ചെയ്യും. ഈ റെഡ് കളർ വരച്ചിരിക്കുന്ന ഇത്രയും പോർഷനാണ് ഇത് നമ്മുടെ ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. എന്തിനാണോ, റൈഡിങ് കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയാണ്. സോ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇത്രയും ലെങ്ത്തിനാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. നിങ്ങൾ നോക്കിയേ, ഒരു അഡീഷണൽ പോയിന്റുകൾ പറയാം. ലെറ്റ്സ് സേ ദിസ് ഈസ് എ സെഷൻ 1, ഇത് സെഷൻ 2 ആണ്. വാട്ട് ഈസ് ദ റേഡിയസ് അറ്റ് ദ സെഷൻ 1? അറ്റ് ദ 1ൽ ഉണ്ടാവുന്ന റേഡിയസ് എത്രയാണ്, അറ്റ് ദ പോയിന്റ് 2ൽ ഉണ്ടാവുന്ന റേഡിയസ് എത്രയാണ് പറഞ്ഞേ. എടോ സ്ട്രേറ്റ് പോർഷൻ അല്ലേ 1 എന്ന് പറഞ്ഞാൽ, സെഷൻ 1 എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് പോർഷൻ അല്ലേ. സ്ട്രേറ്റ് പോർഷൻ്റെ റേഡിയസ് എത്രയാണ്, ഇൻഫിനിറ്റി ആണ്. ആൻഡ് 2ലേക്ക് എത്തുമ്പോൾ ദാറ്റ് ഈസ് ബിക്കമിങ് എ പാർട്ട് ഓഫ് കർവ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, there is a radius. This is R1, this is R2. R2ൽ some radius are there, isn't it?
സോ ട്രാൻസിഷൻ കർവ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ് സച്ച് ദാറ്റ് ഇറ്റ് റേഡിയസ് ചേഞ്ചസ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ ആണ്. ട്രാൻസിഷൻ കർവ് ഷുഡ് ബി പ്രൊവൈഡ് സച്ച് ദാറ്റ് ദ റേഡിയസ് ഓഫ് ദ കർവ് ചേഞ്ചസ് ഫ്രം ഇൻഫിനിറ്റി ടു ദ ആർ ആണ്. ക്ലിയർ അല്ലേ? നോക്കിയേ, നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഫോർമുല എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് mv² ഡിവൈഡഡ് ബൈ r ആണ്. where m is the mass of the vehicle moving, v is the velocity with which a vehicle moving in this transition curve, let's say v meter per second ആണ്. Okay, v meter per second ആണ്. r is the radius. So നോക്കിയേ, what is the value of centrifugal force? pv, p is equal to mv² by r at the point 1 ൽ r എത്രയാണ്? ഇൻഫിനിറ്റി അല്ലേ? So centrifugal force becomes 0 ആണ്. ഇവിടെയോ centrifugal force at the point p2 will be equal to എത്രയായിരിക്കും? yes, mv² divided by r ആയിരിക്കും. അതാണ് അടുത്ത ഡെഫിനിഷൻ ട്രാൻസിഷൻ കർവിന്റെ. ട്രാൻസിഷൻ curves are provided such that the centrifugal force changes from 0 to mv² by r. Transition curves are provided such that the centrifugal force changes from 0 to mv² by r or radius changes from infinity to r. Clear അല്ലേ? yes ആ പോയിന്റ് ക്ലിയർ അല്ലേ? നിങ്ങൾ നോക്കിയേ, at the section 1 ൽ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് എത്രയാണ്? ലെങ്ത് ഉണ്ടോ? ഇല്ല, തുടങ്ങുന്നേ ഉള്ളൂ. എത്രയാണ്? 0 ആണ്. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഉണ്ടോ? ഇല്ല, 1 ലാണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് തുടങ്ങുന്നത്. ഇവിടെ എത്തുമ്പോഴോ ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് അറ്റ് ദ പോയിന്റ് 2, LT2 എന്ന് പറയാം. LT2 ഈസ് ഈക്വൽ എന്താണ്? സം ലെങ്ത് LT ആണ് അല്ലേ? ലെങ്ത് LT എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എന്ന് പറയാം. സോ നിങ്ങൾ നോക്കിയേ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്? നോക്കിയേ, റേഡിയസ് മാക്സിമം ഇൻഫിനിറ്റി ആകുമ്പോൾ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് 0 ആണ്, അതായത് മിനിമം ആണ്. റേഡിയസ് മാക്സിമം ആകുമ്പോൾ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് മിനിമം ആണ്. കുറച്ച് റേഡിയസ് വരുമ്പോൾ കുറച്ച് ലെങ്ത് വരുന്നുണ്ട്, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സോ ഇത്രയും പോയിന്റുകൾ എഴുതി വെക്കണം. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r. ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ട ബേസിക് ഡെഫിനിഷൻ ഓഫ് എ ട്രാൻസിഷൻ കർവ്. ഓക്കെ, സോ നിങ്ങൾ എന്ത് എഴുതണം? ട്രാൻസിഷൻ കർവ് ഈസ് എ കർവ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ സ്ട്രേറ്റ് ആൻഡ് സർക്കുലർ പോർഷൻ. ആദ്യം ട്രാൻസിഷൻ കർവിന്റെ ഡെഫിനിഷൻ എന്തായാലും എഴുതണം. ട്രാൻസിഷൻ കർവ് ഈസ് എ കർവ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ സ്ട്രേറ്റ് ആൻഡ് സർക്കുലർ പോർഷൻ so that the radius changes from infinity to r, centrifugal force changes from 0 to mv² by r, and length of the transition curve is always inversely proportional to the radius ആണ്. ഇത്രയും പോയിന്റുകൾ എഴുതിയാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ? ഇറ്റ് ഷുഡ് ബി ടാൻജൻഷ്യൽ അല്ലേ? ഇവിടെ വായിച്ചാൽ മതി. ഇറ്റ് ഷുഡ് ബി ടാൻജൻഷ്യൽ ടു ദ സ്ട്രേറ്റ് ആൻഡ് മീറ്റ് ദ സർക്കുലർ കർവ് ഓൾസോ ടാൻജൻഷ്യലി അറ്റ് ദ ജംഗ്ഷൻ. ഇഫ് ദ curvature should be 0 at the origin അല്ലേ? curvature 0 ആയിരിക്കണം at the origin on the junction of the circular curve. Its curvature should be equal to that of the circular curve at the rate of the increase in the super elevation. The rate of increase of curvature along the transition curve should be such that full cant or super elevation is attained at the junction with the circular curve. അല്ലേ? ഈ ഒരു ട്രാൻസിഷൻ കർവ് സർക്കുലർ പോർഷനിലേക്ക് മീറ്റ് ചെയ്യുമ്പോൾ, അതായത് അറ്റ് ദ സെഷൻ 2-2 എത്തുമ്പോഴേക്ക് നമുക്ക് കാൻഡ് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഹെൻസ് ദ വെഹിക്കിൾ മൂവ്സ് അറ്റ് എ ഹയസ്റ്റ് സേഫ്റ്റി. ഇറ്റ് പ്രൊവൈഡ്സ് കംഫർട്ട് അല്ലേ? അത് ഏറ്റവും വലിയ പോയിന്റാണ്. നമ്മൾ എന്തിനാണോ ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ റൈഡിങ് ഡിസ്കംഫർട്ടബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയാണ്. സ്ട്രേറ്റ് പോർഷന് കർവ്ഡ് പോർഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് റൈഡിങ് ഡിസ്കംഫർട്ടബിൾ ഉണ്ടാവും. അത് സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. സ്ട്രേറ്റ് പോർഷന് സർക്കുലർ പോർഷനിലേക്ക് സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ ദ കംഫർട്ട്. And the super elevation introduced gradually in proportion to the rate of change of curvature. അത് അടുത്ത നല്ല പോയിന്റ് ആണ്. It permits higher speed at the curve. ഇതൊക്കെ എന്താണ്? റിക്വയർമെന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും 3 റിക്വയർമെന്റ് 4 റിക്വയർമെന്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്. അതേ സാധനമാണ് നമ്മൾ ഫംഗ്ഷനിലും പറഞ്ഞിട്ടുള്ളത്. എല്ലാ അഡീഷണൽ പോയിന്റ് നമ്മൾ ഇവിടെ പറയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും 3-4 എഴുതിയാൽ മതി. ഓക്കെ, 3 ഓരോന്ന് എഴുതുമ്പോൾ ഓരോ മാർക്കാണ്. ഓക്കെ, ഫംഗ്ഷൻ ആൻഡ് റിക്വയർമെന്റ് എഴുതുമ്പോൾ 1 മാർക്കാണ്. പിന്നെ രണ്ടാമത്തെ മാർക്ക് എങ്ങനെയാണ് വരുന്നത്? 2 മാർക്ക് വരുന്നത് ഫോർമുല എഴുതുമ്പോഴാണ്. ഫംഗ്ഷൻസ് എന്തൊക്കെയാണോ? സെയിം പറഞ്ഞു. To introduce gradually centrifugal force between tangent point and the beginning of the circular curve to avoid sudden jerk ആണ്, അതായത് riding discomfortability. To enable the driver to turn steering gradually for his own comfort and security. Okay അല്ലേ? സോ ഇത് ലിസ്റ്റ് ചെയ്യാം. To enable gradual introduction of the designed super elevation and extra widening. സോ ഈ 3 പോയിന്റ് എഴുതിയാൽ തന്നെ, അല്ലെങ്കിൽ നേരത്തെയുള്ള പറഞ്ഞ പോയിന്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ റിക്വയർമെന്റ് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. യു വിൽ ഗെറ്റ് 1 മാർക്ക്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് ദ ഇക്വേഷൻ ഓഫ് ട്രാൻസിഷൻ കർവ് ആണ്. നമ്മൾ 3 രീതിയിൽ കണ്ടുപിടിക്കാറുണ്ട് അല്ലേ? ട്രാൻസിഷൻ കർവ് 3 രീതിയിൽ കണ്ടുപിടിക്കാറില്ല ഇക്വേഷൻ. ഏതൊക്കെയാണ് ഇക്വേഷൻസ്? യെസ്. ഒന്നാമത് നമുക്കറിയാം സി ഈസ് ഈക്വൽ ടു എന്താണ്? സി ഈസ് നത്തിങ് ബട്ട് ദ ജർക്ക് ആണ് അല്ലേ? സി എന്ന് പറയുന്ന ജർക്കാണ്. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് ആണ് അല്ലേ? ആൻഡ് നമുക്കറിയാം ഇഫ് യു നോ ദ ജർക്ക്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒന്നാമത്തെ ലെങ്ത് എങ്ങനെയാണ്? ഇഫ് യു നോ ദ ജർക്ക്,
നിങ്ങൾക്ക് ജർക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? LT is equal to small v cube divided by c into capital R. C into capital R. So v is in meter per second ആണ് ഈ ഇക്വേഷൻ എന്ന് എഴുതുക. ഇക്വേഷൻ നല്ലപോലെ ബോക്സ് ചെയ്യുക. C എന്ന് പറഞ്ഞാൽ ജർക്കാണ്, ഇൻ മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണോ റേഡിയസ് ആണ്. ആൻഡ് സിന്റെ വാല്യൂ എന്താവാറുള്ളത്? 0.5 to 0.8 മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് എന്നും കൂടി എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ദിസ് ഇസ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഈ സൂപ്പർ എലിവേഷൻ ഇസ് ഗിവൺ. ഈ സൂപ്പർ എലിവേഷൻ ഇസ് ഗിവൺ. സൂപ്പർ എലിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കാം. നമുക്കറിയാം സൂപ്പർ എലിവേഷൻ രണ്ട് രീതിയിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഒന്ന് റൊട്ടേറ്റിംഗ് അബൌട്ട്, അല്ലെ, പേയ്മെന്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട്. ഫസ്റ്റ് വൺ എന്താണ്? യെസ്, റൊട്ടേറ്റിംഗ് ദ പേയ്മെന്റ് അബൌട്ട് സെന്റർ അല്ലെങ്കിൽ എഡ്ജ് പറയാം, അല്ലേ? ആദ്യം എഡ്ജ് പറയാം. റൊട്ടേറ്റിംഗ് ദ പേയ്മെന്റ് അബൌട്ട് എഡ്ജ് ആണ് നമ്മൾ സൂപ്പർ എലിവേഷൻ അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു ക്യാപിറ്റൽ N ഇൻറ്റു W പ്ലസ് WE എന്നാണ് ഇക്വേഷൻ. ക്ലിയർ ആണോ? ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? യെസ്, പേയ്മെന്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ഏതാണ്? സെന്റർ ആണ്. അബൌട്ട് സെന്റർ ആണെങ്കിലോ നോക്കിയേ, LT ഈസ് ഗിവൺ ബൈ E ഇൻറ്റു ക്യാപിറ്റൽ N ഇൻറ്റു W പ്ലസ് WE ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പേയ്മെന്റ് അബൌട്ട് ഇന്നർ എഡ്ജ് ആണോ, പേയ്മെന്റ് അബൌട്ട് സെന്റർ ആണോ റൊട്ടേറ്റ് ചെയ്തെന്ന് പറയും. അതാണ് രണ്ടാമത്തെ സെറ്റ് ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണോ? ടു ഫൈൻഡ് ഔട്ട് എംപെരിക്കൽ ഫോർമുലയാണ്, അല്ലേ? മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? എംപെരിക്കൽ ഫോർമുലയാണ്. എംപെരിക്കൽ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് LT ആണ്. വിച്ച് ഈക്വൽ എത്രയാണോ? രണ്ട് കേസ് ഉണ്ട്, അല്ലേ? രണ്ട് കേസ് ഉണ്ട്. ഏതൊക്കെയാണ്? 2.7 ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡ് ബൈ 2.7 വെയിറ്റ് 2.7 ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡ് ബൈ R ആണ്. ദിസ് ഈസ് ഫോർ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണ്, അല്ലേ? ഇത് ഏതിനു വേണ്ടിയാണ്? പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിന് വേണ്ടിയിട്ടാണ്. സോ ടെറൈൻ അനുസരിച്ച് ഫോർമുല മാറും. ടെറൈൻ ആണ്. പിന്നെ ഏതാണോ? ദെൻ LT ഈസ് ഈക്വൽ എന്താണ്? വെറും V സ്ക്വയർ ഡിവൈഡ് ബൈ R ആണ്. ദാറ്റ് ഈസ് ഫോർ ഹില്ലി ഏരിയ ആണ്, അല്ലേ? ഫോർ ഹില്ലി ഏരിയ ആണ്. ആൻഡ് ഈ ഇക്വേഷനിൽ V എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണുള്ളത്. എല്ലാ ഇക്വേഷൻസും ബോക്സ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ എക്സാം ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം എന്ന് കറക്റ്റ് മനസ്സിലാവും. ഈ സാർ ഓക്കെ. സോ ഈ മൂന്ന് ഇക്വേഷൻസിൽ നമ്മുടെ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എന്താണ്? സോ താഴെ നോട്ടാക്കി എഴുതണം. മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് നോട്ടാക്കി എഴുതുക. എന്താ എഴുതേണ്ടത്? മാക്സിമം ഓഫ് ദീസ് ത്രീ ഇക്വേഷൻ is considered as length of transition curve എന്നും കൂടി എഴുതിയാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. സോ ഇക്വേഷൻ എഴുതിയ 2 മാർക്കാണ്, റിക്വയർമെന്റ് എഴുതിയ 1 മാർക്കാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് പാർട്ട് എ, മൊഡ്യൂൾ 1 പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ്. ലെറ്റ്സ് മൂവ് ടു ദ പാർട്ട് ബി. പാർട്ട് ബി നോക്കിയേ. പാർട്ട് ബി ചോദിച്ചിരിക്കുന്നത് വൈ എക്സ്ട്രാ വൈഡനിങ്. പാർട്ട് ബിയിൽ നമുക്ക് 11ഉം 12ഉം എന്ന് പറയുന്നത് 11ാമത്തെ ക്വസ്റ്റ്യനും 12ാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 1 ഓപ്ഷൻ എസ്സേകളാണ്, അല്ലേ? ആൻഡ് പാർട്ട് ബിയിലെ ഒന്നാമത്തെ ഓപ്ഷൻ 11ന് 2 പാർട്ട് ഉണ്ട്. പാർട്ട് എ പറയുന്നത് എന്താണ്? വൈ ഈസ് എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡഡ് അറ്റ് ഹൊറിസോണ്ടൽ കർവ്സ്. എന്തുകൊണ്ടാണ് എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എക്സ്ട്രാ വൈഡനിങ് ആണ്. എന്താണ് ഇക്വേഷൻ ഫോർ എക്സ്ട്രാ വൈഡനിങ് ആണ്. സോ നമ്മൾ പറയാം എക്സ്ട്രാ വൈഡനിങ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ കർവിൽ സാധാരണ വിടുത്തായിരിക്കില്ല, കുറച്ചുകൂടിയും ഒരു എക്സ്ട്രാ വിടുത്ത് പ്രൊവൈഡ് ചെയ്യും. എന്തിനാണോ? നമുക്കറിയാം കർവിൽ നമ്മൾ സേഫ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കർവിൽ, അല്ലേ, ഓഫ് ട്രാക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഫ്രണ്ട് വീല് ഫോളോ ചെയ്യുന്ന അതേ പാത്ത് ആയിരിക്കില്ല റിയർ വീല് ഫോളോ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ദ പാത്ത് ഫോളോഡ് ബൈ ദ റിയർ വീൽ വിൽ നോട്ട് ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഫ്രണ്ട് വീൽ. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഓഫ് ട്രാക്കിംഗ്. ട്രാക്കിന്ന് മാറിപ്പോവുക, മാറിപ്പോവുക. ദാറ്റ് ഈസ് ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി, ദാറ്റ് ഈസ് സ്കിഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ വൈഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലേ? സോ വായിച്ചു നോക്കിയാൽ extra widening refers to the additional width of carriageway that is required on a curved section of road over and above the required straight alignment. This widening is done due to 2 reasons ആണ്, അല്ലേ? അതായത് എന്താണ് ആവശ്യം എന്നാണ് ചോദ്യം. The first and most important is the additional width required for a vehicle taking horizontal curve, and the second is due to the tendency of the driver to ply away from the edge of the carriageway as they drive on a curve. And the first one is referred as mechanical widening, and the second one is referred as psychological widening. അല്ലേ? സോ ഇത് നമുക്ക് അറിയാവുന്ന പോയിന്റാണ്. എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ കർവിൽ മൂവ് ചെയ്യുമ്പോൾ ആലോചിച്ചേ, ഒന്ന് ഓഫ് ട്രാക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലേ? ഒന്ന് ഓഫ് ട്രാക്കിംഗ്, അതായത് സ്കിഡിങ് എന്ന് തന്നെയാണ് ഓഫ് ട്രാക്കിംഗ്. ഫ്രണ്ട് വീല് ഫോളോ ചെയ്യുന്നത് ആയിരിക്കില്ല ബാക്ക് വീല് ഫോളോ ചെയ്യുന്നത്. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് സ്കിഡിംഗ് ആണ്.
ദർ ഇസ് എ ചാൻസ് ഓഫ് സ്കിഡിങ് ആണ് ഒന്ന്. രണ്ടെന്താ പ്രശ്നം, നിങ്ങൾ നോക്കിയേ, നമുക്കൊരു ടെൻഡൻസി ഉണ്ട് കർവിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കർവിന്ന് അല്ലെ വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയുമായിട്ട് നമ്മൾ വളരെ വലിയൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഒരു സൈക്കോളജിക്കൽ ടെൻഡൻസി ഉണ്ട് അല്ലെ. കർവിൽ നമ്മളെ വണ്ടി മറ്റൊരു വണ്ടിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലപോലെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പോസിറ്റ് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നുണ്ട്, നമ്മൾ മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുമായിട്ട് നമ്മളൊരു മാക്സിമം ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി അറ്റ് ദ കർവിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കി ഓവർടേക്കിംഗ് ചെയ്യുമ്പോൾ, മറ്റൊരു സിറ്റുവേഷൻ പറയാണ്, നമ്മൾ ഓവർടേക്കിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന വണ്ടിയുമായിട്ട് നല്ലപോലെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യില്ല നമ്മൾ അല്ലെ. സൈഡ് ടു സൈഡ് ഗ്യാപ്പ് നമ്മൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓവർടേക്ക് ചെയ്യുക. അല്ലാതെ വണ്ടീനെ തൊട്ടുരുമിയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുക അല്ല. ഇറ്റ് ഈസ് അവർ സൈക്കോളജിക്കൽ ടെൻഡൻസി ദാറ്റ് വി മൂവ് ഓർ വി കീപ്പ് എ ഹയർ ലാറ്ററൽ ഗ്യാപ്പ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓവർടേക്കൺ വെഹിക്കിൾ എന്ന് പറയും പോലെ കർവിൽ ഓപ്പോസിറ്റിൽ വരുന്ന വണ്ടിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് സേഫ്റ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളുമായിട്ട് നല്ല രീതിയിലൊരു ലാറ്ററൽ ഗ്യാപ്പ്, ഹൊറിസോണ്ടൽ ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ, ആ ഒരു ഹൊറിസോണ്ടൽ ഗ്യാപ്പ് ഉണ്ടാവുന്നത് തന്നെ നമുക്ക് കർവിൽ കുറച്ചധികം വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഈ രണ്ട് കാരണങ്ങളുണ്ട്. ഓക്കെ അല്ലേ, ഈ രണ്ട് കാരണങ്ങളുണ്ട്. സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ട്, ദെൻ ഓഫ് ട്രാക്കിംഗ് ഉണ്ട്. ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ റീസൺ കാരണം ഉണ്ടാകുന്ന മെക്കാനിക്കൽ വൈഡനിങ്ങിന് നമ്മൾ എന്ത് പറയും, W മെക്കാനിക്കൽ എന്നാണ് പറയുക. രണ്ടാമത്തെ നമ്മൾ എന്താ പറയുക, സൈക്കോളജിക്കൽ, W സൈക്കോളജിക്കൽ എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? സോ നമുക്ക് ബേസിക്കലി എന്ത് പറയാം, എക്സ്ട്രാ വൈഡനിങ് WE ഈസ് നത്തിങ് ബട്ട് W മെക്കാനിക്കൽ പ്ലസ് W സൈക്കോളജിക്കൽ ആണ്. ഇറ്റ് ഈസ് എ സം ഓഫ് മെക്കാനിക്കൽ വൈഡനിങ് പ്ലസ് സൈക്കോളജിക്കൽ വൈഡനിങ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എന്താണ് മെക്കാനിക്കൽ വൈഡനിങ്? ഓഫ് ട്രാക്കിങ്ങിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വിഡ്ത്താണ്. എന്താണ് സൈക്കോളജിക്കൽ വൈഡനിങ്? ഈ സൈക്കോളജിക്കൽ ടെൻഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വൈ ഈസ് എക്സ്ട്രാ വൈഡനിങ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടതാണ് ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ എക്സ്ട്രാ വൈഡനിങ് ആണ്. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ എക്സ്ട്രാ വൈഡനിങ് ആണ്. അപ്പോൾ നോക്കിയേ, അവർ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഈ പാർട്ടിൽ എക്സ്ട്രാ വൈഡനിങ്ങിലെ മെക്കാനിക്കൽ വൈഡനിങ് മാത്രമേ നമ്മൾ ഡിറൈവ് ചെയ്യാറുള്ളൂ. സൈക്കോളജിക്കൽ വൈഡനിങ് IRC ഡയറക്ട്ലി ഇക്വേഷൻ തന്നാണ്. IRC ഡയറക്ട്ലി ഇക്വേഷൻ തരാറുണ്ട്. സോ നോക്കിയേ, ആദ്യം കർവിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, നോക്കിയേ, വി ഓൾവേസ് ഡിസൈൻ ദ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈവേ അല്ലെങ്കിൽ റോഡ് ഫോർ ഹയസ്റ്റ് വെഹിക്കിൾ ആണ്. ഹെവിയസ്റ്റ് വെഹിക്കിളിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഡിസൈൻ നടത്തുന്നത്. ഹെവിയസ്റ്റ് വെഹിക്കിളിന് പോകാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള എല്ലാ ചില്ലറ വെഹിക്കിളും എന്ത് ചെയ്യാൻ പറ്റും, സ്മൂത്ത്ലി പോകാൻ പറ്റും. നോക്കിയേ, ഈ പോയിരിക്കുന്ന ഒരു ട്രക്ക് ട്രെയിലർ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ അല്ലേ, വിച്ച് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. നിങ്ങൾ നോക്കിയേ, അത് കർവ് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫിഗറിന് ക്ലിയർ ആണ്, കൂടുതലൊന്നും പറയാനില്ല. ഇതാണ് അതിൻ്റെ റിയർ വീൽ എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് വീൽ കോമ്പിനേഷൻ ഉണ്ട്, നമുക്ക് അതിൻ്റെ സിമ്പിളായിട്ട് പറയാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വീൽ, ഇതാണ് ഫ്രണ്ട് വീല്, ഇതാണ് റിയർ വീൽ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഈ കർവ് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതാണ് ഫ്രണ്ട് വീല്. ഫ്രണ്ട് വീലിൻ്റെ ഒരു അലൈൻമെന്റ് എന്ന് പറയുന്നത് അത് അങ്ങ് അറ്റയാണ് അല്ലെ, ഔട്ടർ സൈഡ് ഓഫ് ദ കർവിലാണുള്ളത്. ഔട്ടർ സൈഡ് അല്ല കർവ് അല്ലേ ഇത്, ദിസ് ഈസ് ദ ഇന്നർ സൈഡ് ഓഫ് ദ കർവ്. ദിസ് ഇന്നർ സൈഡ്. സോ ഈ പറയുന്ന ഫ്രണ്ട് വീൽ എന്ത് ചെയ്യും, എന്താണ് അങ്ങോട്ടാണ്, ഔട്ടർ സൈഡിന് അടുപ്പിച്ചാണ് ഉണ്ടാവുക. പക്ഷേ ഈ റിയർ വീൽ വിൽ ബി യെസ് വെരി ക്ലോസ് ടു ദ ഇന്നർ സൈഡ് ആയിരിക്കും അല്ലേ. അങ്ങനെയല്ല ഉണ്ടാവുക. ആ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഫിഗർ, ഇതാണ് ഈ വരച്ചിരിക്കുന്ന, ഇതാണ് നമ്മുടെ വീൽ കോമ്പിനേഷൻ വിച്ച് ഈസ് ഇന്നർ. വേറൊരു കളർ വരയ്ക്കാം. ദിസ് ഈസ് ദ ഇന്നർ വീൽ കോമ്പിനേഷൻ വിച്ച് ഈസ് വെരി ക്ലോസ് ടു ദ ഇന്നർ കർവ്. ആൻഡ് ഇതാണ് ഔട്ടർ വീൽ വരച്ചിരിക്കുന്നത്. വിച്ച് ഈസ് യെസ് ടു ദ ഔട്ടർ സൈഡ് ഉണ്ടാവുക അല്ലേ. അതിൻ്റെ കറസ്പോണ്ടിങ് റേഡിയസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ഫിഗർ വരയ്ക്കണ്ടേ, ഫിഗർ വരയ്ക്കണം. നോക്കിയേ, ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ നമ്മുടെ ഔട്ടർ വീല് ഇപ്പം വന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ, ഇതാണ് ഔട്ടർ വീല്, ഫ്രണ്ട് വീല്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വീലാണിത്. ഇത് എങ്ങോട്ടായിരിക്കും, കർവിൻ്റെ ഔട്ടർ സൈഡിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇവിടുന്ന് കുറച്ച് മാറിയിട്ടായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ ഇന്നർ വീൽ ഉണ്ടാവുക അല്ലെ. ഇന്നർ വീൽ എന്തായിരിക്കും, കുറച്ച് ഇന്നർ സൈഡിലേക്കായിരിക്കും. അതായത് ഇഫ് യു ആർ പ്ലോട്ടിംഗ് ദ പാത്ത് ഫോളോഡ് ബൈ ദ വീൽസ് ആണ് അല്ലെ. ഓരോ വീലും ഫോളോ ചെയ്യുന്ന പാത്ത് നമുക്കൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഏകദേശം അല്ലെ. ദിസ് ഈസ് ദ ഔട്ടർ സൈഡ്, ദിസ് ഈസ് ദ ഇന്നർ സൈഡ്. ഇതാണ് ഇന്നർ സൈഡ് എന്ന് പറയുന്നത്. നോക്കിയേ, ഫ്രണ്ട് വീല് ഫോളോ ചെയ്യുന്ന പാത്ത് അല്ല ആര് ഫോളോ ചെയ്യുന്നത്, യെസ് റിയർ വീൽ ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം ഫ്രണ്ട് വീല് മുതൽ
റിയർ വീൽ വരെയുള്ള ലെങ്ത്തിനാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് റേഡിയസ് മാർക്ക് ചെയ്യാം. നോക്കിയേ, ഈ പോയിന്റ് ലെറ്റ്സ് സേ ദിസ് ഇസ് പോയിന്റ് എ ആണ്. ഈ പോയിന്റ് മുതൽ ഇതിലൊരു സെന്റർ ഉണ്ടാവില്ലേ, ലെറ്റ്സ് സേ ഇവിടം വരെ എത്രയാണ്, ദാറ്റ് ഈസ് റേഡിയസ് R1 ആണ്. അതേപോലെ തന്നെ ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ഇസ് ബി, ദെൻ അതിനെ നമുക്ക് അതേ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സേ ദാറ്റ് ഈസ് R2 ആണ്. ക്ലിയർ അല്ലേ? സംഭവം ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്തൊക്കെ ഡയമെൻഷൻ കിട്ടി, R1 കിട്ടി, R2 കിട്ടി, L എന്ന് പറയുന്ന ലെങ്ത് കിട്ടി. ഓക്കെ, ആൻഡ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഇതിന് ജോയിൻ ചെയ്യാണ്. ദിസ് ഈസ് കൺസിഡർഡ് ടു ബി 90 ഡിഗ്രി ആണ്. സോ നിങ്ങൾക്ക് ട്രയാങ്കിൾ കാണാം പറ്റുന്നുണ്ടോ? യു സീൻ ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഏത് ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ O, ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ഈസ് O A B കാണുന്നുണ്ടോ? ട്രയാങ്കിൾ O A B കാണാൻ പറ്റുന്നില്ലേ? യെസ്. അതിന് മുമ്പ് ട്രയാങ്കിളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ എന്തായിരിക്കണം മെക്കാനിക്കൽ വൈഡനിങ്? നോക്കിയേ, ഫ്രണ്ട് വീൽ ഫോളോ ചെയ്യുന്ന പാത്ത് അല്ല റിയർ വീൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ഇസ് എ ഗ്യാപ്പ്, വി ഹാവ് ടു പ്രൊവൈഡ് എ ഗ്യാപ്പ്. ഇത്രയും ഗ്യാപ്പിനാണ് നമ്മൾ മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെയും കാണിക്കാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മെക്കാനിക്കൽ വൈഡനിങ്. സോ നമുക്ക് ആ ഡിസ്റ്റൻസിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാം? ആറുമായിട്ട്, റേഡിയസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? വി ക്യാൻ സേ ദ മെക്കാനിക്കൽ വൈഡനിങ് WM is equal to R2 minus R1 എന്ന് കൂടെ R2 minus R1 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്താം? R2 minus R1 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? R1 is equal to എന്തായിരിക്കണം? R1 will be equal to R2 minus WM ആയിരിക്കും. R2 minus WM ആയിരിക്കും, isn't it? Okay, let's say this is equation number 1. Let's say that is equation number 1 ആണ്. Okay അല്ലേ? So R1 is equal to R2 minus WM ആണ്. ഇനി നമുക്ക് ട്രയാങ്കിളിലേക്ക് കിടക്കാം. ഈ ട്രയാങ്കിൾ നോക്കിയേ, ട്രയാങ്കിൾ OAB കാണുന്നില്ലേ? ട്രയാങ്കിൾ OABയിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ OABയിൽ R2 square is equal to R1 square plus L square എന്ന് പറഞ്ഞൂടെ? യെസ്. ഇവിടുന്ന് R1 എടുത്തേ. R1 square will be equal to R2 square minus എന്തായിരിക്കും? L square ആയിരിക്കും അല്ലേ? നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നതാണ് ഇതൊക്കെ. R1 എന്ന് പറയുന്നത് എന്താണോ? R2 minus WM ആണ്. സോ R2, wait, so this will be R2 minus WM. R1 എന്ന് പറയുന്നത് R2 minus WM ആണ്. സ്ക്വയർ is equal to R2 square minus L square ആണ്. എക്സ്പാൻഡ് ചെയ്യൂ. R2 square plus WM square minus 2R2 WM will be equal to R2 square minus L square ആണ്. ഇവിടെ എന്തോ ക്യാൻസൽ ആവും. R2 square ക്യാൻസൽ ആയി. ഓക്കെ, സോ എന്ത് നമുക്ക് എഴുതാം? യെസ്, നമുക്ക് എന്ത് എഴുതാം? L square എഴുതാം അല്ലേ? ഇത് മൈനസ് ആണ്. മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഒഴിവാക്കുകയാണെങ്കിൽ L square will be equal to 2R2 WM മൈനസ് എന്ത് വരും? WM എന്ന് വരും. isn't it? യെസ്, അവിടുന്ന് WM അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. WM ഒന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്തേ. സോ ദിസ് വിൽ ബി WM into 2R2 minus WM square ഇല്ല. യെസ്, WM എന്ന് വരും. ദാറ്റ് ഈസ് WM is equal എന്താണോ? യെസ്, L square divided by 2R2 minus WM ആണ്. ഓക്കെ അല്ലേ? ഇവിടെ വരെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിനെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ കുറച്ച് അസംഷൻ കൊടുക്കും. എന്തോ കൊടുക്കും? നമുക്ക് നോക്കിയേ, റേഡിയസും WM കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ, ഇഫ് യു കമ്പയറിംഗ് ദ R2 റേഡിയസ് ആൻഡ് WM എന്താണ്? നെഗ്ലിജിബിൾ ആണ്. സോ നമുക്ക് WM ഒഴിവാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇഫ് യു ലുക്ക് അറ്റ് ദ ഫിഗർ WM ഇത്രയേ ഉള്ളൂ. R2 എന്ന് പറയുന്നത് ഇത്രയും വലിയ ലെങ്ത് അല്ലേ? സോ കമ്പയർ ചെയ്യുമ്പോൾ R2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ WM ഈസ് നെഗ്ലിജിബിൾ. അതേപോലെ നിങ്ങൾ വേറൊരു കാര്യം നോക്കിയേ, ഇവിടെ നമുക്ക് രണ്ട് റേഡിയസ് കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ? ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ WM. അതുകൊണ്ട് ഈ രണ്ട് റേഡിയസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആവറേജ് റേഡിയസ് R എടുക്കാറുണ്ട്. ഓക്കെ അല്ലേ? അത് നമുക്ക് R തന്നെ എടുക്കാം. സോ നമുക്ക് R2 ന് പകരം R എന്ന് എടുക്കാം. WM നമ്മൾ എന്ത് ചെയ്യും? യെസ്, WM ഈസ് നെഗ്ലിജിബിൾ, 0 എടുത്തു. R2 നെ നമ്മൾ R എന്ന് എടുത്തു കഴിഞ്ഞാൽ യെസ്, WM ഈസ് ഈക്വൽ ടു L square divided by 2R എന്ന് പറയുന്ന, where R is the radius of the curve ആണ്. where R becomes the radius of the curve ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ എന്താ നമുക്ക് പറയാനുള്ളത്? L എന്ന് പറയുന്നത് വീൽ ബേസ് ലെങ്ത് ആണ്, which is equal to 6 മീറ്റർ ആണ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് അസ്യൂമിങ് ഇറ്റ് ഈസ് എ സിംഗിൾ ലൈൻ അല്ലെങ്കിൽ 1 ലൈൻ റോഡാണ്. If small n is the number of lanes, then WM will be equal എന്തായിരിക്കും? NL square divided by 2R ആയിരിക്കും. ക്ലിയർ അല്ലേ? നമുക്കറിയാം മെക്കാനിക്കൽ വൈഡനിങ് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് സൈക്കോളജിക്കൽ വൈഡനിങ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. IRC ഗിവൺ ആണ്. എന്ത് IRC ഗിവൺ? സൈക്കോളജിക്കൽ വൈഡനിങ് WP is equal എന്താണ്? ക്യാപിറ്റൽ V divided by 9.5 √R ആണ്. where R is a radius in meter, ക്യാപിറ്റൽ V എന്താണ്? സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ ആണ് അല്ലേ?
സോ ടോട്ടൽ വൈഡനിങ് എന്തായിരിക്കണം? ടോട്ടൽ വൈഡനിങ് ദാറ്റ് ഈസ് എക്സ്ട്രാ വൈഡനിങ് ഈസ് നത്തിങ് ബട്ട് WM പ്ലസ് W സൈക്കോളജി ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു NL സ്ക്വയർ ഡിവൈഡ് ബൈ 2R പ്ലസ് ക്യാപിറ്റൽ B ഡിവൈഡ് ബൈ 9.5 റൂട്ട് ആർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് ബോക്സ് ചെയ്യുക. ദിസ് ഇസ് എ ഫൈനൽ ആൻസർ. നമ്മൾ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ഡിറൈവ് ചെയ്തു. ഡിറൈവ് ചെയ്തു. ക്ലിയർ അല്ലേ? സോ അതായിരുന്നു എന്ത് പാർട്ട് ബിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാർട്ട്. അതായത് ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? 11 ബി അറിയണം അല്ലേ? സോ ലെറ്റ്സ് മൂവ് ടു ദ ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്പർ 11. അത് ന്യൂമറിക്കലാണ്. ഈ പറഞ്ഞ ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഡിറ്റർമൈൻ ദ ടോട്ടൽ വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ വിഡ്ത്ത് ആണ്, എക്സ്ട്രാ വൈഡനിങ് അല്ല, ടോട്ടൽ വിഡ്ത്ത് ആണ്. അതായത് എക്സ്ട്രാ വൈഡനിങ് കൂടി ഇൻക്ലൂഡ് ആണ്. ആൻഡ് ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ്. രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. റിക്വയർഡ് ഫോർ ടു ലൈൻ ആണ്. ഹൈവേ ഇൻ പ്ലെയിൻ ടെറൈൻ ആണ്. ഓക്കെ, അറ്റ് എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് R തന്നിട്ടുണ്ട് 320 മീറ്റർ. ഡിസൈൻ സ്പീഡ് 80 km/h ആണ്. ക്യാപിറ്റൽ V തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ വീൽ ബേസ് സ്മോൾ L തന്നിട്ടുണ്ട് 6 മീറ്റർ. ആൻഡ് വിഡ്ത്ത് ഓഫ് ദ റോഡ് അല്ലെ, ക്യാപിറ്റൽ W is equal to 7.5 മീറ്റർ. അസ്യൂം പേയ്മെന്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ സെന്റർ. അത് ആവശ്യമാണല്ലേ. ദെൻ ടേക്ക് റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ആസ് 1/150. ക്ലിയർ അല്ലേ? യെസ്. നോക്കിയേ, പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണ്. നമുക്കറിയാം E is equal to നമുക്ക് ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡ് ബൈ 225R വെച്ചിട്ടാണ് കിട്ടുക അല്ലേ? പ്രാക്ടിക്കൽ കേസ് അല്ലേ? സോ അതൊന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് 80 സ്ക്വയർ ഡിവൈഡ് ബൈ 225R എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.09 എന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഈ വാല്യൂ എടുക്കില്ല, ബിക്കോസ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണ്. 0.07 എന്ന് എടുക്കും നമ്മൾ. ഈ സ്റ്റെപ്പ് നമ്മൾ എഴുതി കാണിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ആ സ്റ്റെപ്പ് നിങ്ങൾ എഴുതി കാണിക്കണം. അതിന് 1 മാർക്ക് അവൈലബിൾ ആണ്. സൂപ്പർ എലിവേഷൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ V സ്ക്വയർ ബൈ 225R ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.009 എന്നാണ് കിട്ടുന്നത്. ഇത് നമ്മൾ എടുക്കില്ല, നമ്മൾ എടുത്തിട്ടുള്ളൂ 0.07 എടുക്കുള്ളൂ. ബിക്കോസ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈന് മാക്സിമം വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ എത്രയാണ്? 0.07 ആണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ലെറ്റ്സ് ഡു ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ പേയ്മെന്റ് അല്ലേ? ടോട്ടൽ വിഡ്ത്ത് ഈസ് ഈക്വൽ എന്നാണ്. വിഡ്ത്ത് ഓഫ് ദ പേയ്മെന്റ് പ്ലസ് എന്താണ്? എക്സ്ട്രാ വൈഡനിങ് ആണ്. ബോക്സ് ചെയ്യുക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് W ഈസ് ഈക്വൽ എത്ര തന്നിട്ടുണ്ട്? ഓരോ സ്റ്റെപ്പ് എഴുതി ചെയ്യണം. ഓക്കെ, 7.5 മീറ്റർ ആണ്. എക്സ്ട്രാ വൈഡനിങ് എന്താണോ? NL സ്ക്വയർ ഡിവൈഡ് ബൈ 2R പ്ലസ് ക്യാപിറ്റൽ V ഡിവൈഡ് ബൈ 9.5 റൂട്ട് R ആണ് അല്ലേ? എല്ലാ വാല്യൂം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. N എത്രയാണോ? 2 ലൈൻ ആണ്. സോ 2 ഇൻറ്റു L എത്രയാണ്? R ആണ്. സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 320 മീറ്റർ ആണ്. പ്ലസ് ക്യാപിറ്റൽ V ഈസ് 80 ആണ്. ഡിവൈഡ് ബൈ 9.5 റൂട്ട് R. അഗെയിൻ R എത്രയാണ്? 320 ആണ്. ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് എത്രയാണ് കിട്ടുക നമുക്ക്? യെസ്, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.58 മീറ്റർ എന്ന് കിട്ടും. നോക്കിയേ, ഇവിടെ 7 മീറ്റർ വിടുത്തുള്ള റോഡിൽ നിങ്ങൾ എന്താക്കിയാൽ മതി? ഒരു 0.58 മീറ്റർ അഡീഷണൽ വിടുത്ത് അറ്റ് ദ കർവ് കൊടുത്താൽ മതി. കർവിൽ നിങ്ങൾ എത്ര അഡീഷണൽ വിടുത്ത് കൊടുത്താൽ മതി? 0.58 മീറ്റർ അഡീഷണൽ വിടുത്ത് കൊടുത്താൽ മതി. ഒരു ഹാഫ് മീറ്റർ. ക്ലിയർ അല്ലേ? അത്രേ കൊടുക്കുന്നുള്ളൂ. ദെർഫോർ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? ടോട്ടൽ വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു 7.5 പ്ലസ് 0.58. ദാറ്റ് വിൽ ബി 8.08 എന്ന് കിട്ടും. 8.08. ഇതാണ് ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഹൈലൈറ്റ് ചെയ്യുക. ഇത് എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആൻസേഴ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യണം. പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവണം. യെസ്, എക്സാം ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് 8.08 എന്ന് പറയുന്ന വാല്യൂ കയ്യിലുണ്ടാവും. അയാൾ തപ്പിപ്പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോഴേ നമുക്ക് മാർക്ക് ഈസിലി അവൈലബിൾ ആവും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് LT ആണ് അല്ലെ? നമുക്കറിയാം ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? LT ഈസ് ഈക്വൽ ടു സ്മോൾ VQ ഡിവൈഡ് ബൈ അല്ലേ? ഇക്വേഷൻ എഴുതണം, അത് ബോക്സ് ചെയ്യണം. C ഇൻറ്റു R ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് ഈ പറയുന്ന ഇക്വേഷനിൽ V എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. C അറിയാം നിങ്ങൾക്ക്? അറിയില്ല. C എങ്ങനെ കണ്ടുപിടിക്കാം? എംപിരിക്കൽ ഇക്വേഷൻ ഉണ്ട് അല്ലേ? വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ C? എംപിരിക്കൽ ഇക്വേഷൻ ഫോർ C ഈസ് 80 ഡിവൈഡ് ബൈ 75 പ്ലസ് ക്യാപിറ്റൽ V ആണ്. ഈ ഇക്വേഷനിൽ V എന്ന് പറയുന്നത് km/h ആണ്. ഓക്കെ അല്ലേ? സോ ഇക്വേഷൻസ് എല്ലാം എഴുതുക. ഏത് വെലോസിറ്റി ഏത് യൂണിറ്റിലാണെന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? സോ C ഈസ് ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 75 പ്ലസ് 80 ആണ്. ആൻഡ് ഇഫ് യു കാൽക്കുലേറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എത്ര കിട്ടും? 0.516 എന്ന് കിട്ടും. 0.516 എന്ന് കിട്ടും. 516 മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ എല്ലാം കിട്ടി. LT വിൽ ബി ഈക്വൽ ടു എത്രയായിരുന്നോ? ക്യാപിറ്റൽ V എന്ന് പറയുന്നത് 80 ആണ്. ഹെൻസ് സ്മോൾ v വിൽ ബി ഈക്വൽ ടു നമുക്കറിയാം 5/18 ഇൻറ്റു എന്തായിരിക്കും? 80 ആയിരിക്കും. ഓക്കെ അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ 5/18 ഇൻറ്റു 80
ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ സി എത്രയാണ് 0.516 ഇൻറ്റു എത്രയാണ് ആർ എത്രയാണ് 320 ആണ് 320 ആണ്. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക എൽ ടി ഇഫ് യു ബൈ ദ ഫസ്റ്റ് ഇക്വേഷൻ ഇറ്റ് ഈസ് 67 മീറ്റർ എന്ന് കിട്ടും. 67 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം നമുക്ക് 67 കിട്ടും. നമ്മൾ എല്ലാ ഇക്വേഷനും ഇടണം. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? പേയ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് സെൻറ്റർ ആണല്ലേ. പേയ്മെൻറ്റ് പറയുന്നത് എന്താണ്? റൊട്ടേറ്റഡ് അബൌട്ട് സെൻറ്റർ ആണ്. പേയ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് സെൻറ്റർ ആണ്. നമുക്കറിയാം എൽ ടി വിൽ ബി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ക്യാപിറ്റൽ എൻ ഇൻറ്റു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഇ ഡിവൈഡ് ബൈ എത്രയാണ് 2 ആണ്. ഇസ്ന്റ് ഇറ്റ് 2 ആണ് അബൌട്ട് സെൻറ്റർ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ നമുക്കറിയാം എത്രയാണ് ഇ ഈസ് ഈക്വൽ ടു നമുക്ക് 0.07 കിട്ടി. ഡബ്ല്യു അറിയാം നമുക്ക് 7.5 ആണ്. ഡബ്ല്യു ഇ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എൽ ടി ഇൻ ദിസ് ഇക്വേഷൻ. എൽ ടി ഈസ് ഈക്വൽ എന്താണ്? യെസ് എത്ര കിട്ടും നമുക്ക് 42.4 എന്നാണ് കിട്ടുന്നത്. 42.4 എന്നാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? തേർഡ് ഇക്വേഷൻ എന്താണ്? യെസ് എംപെറിക്കൽ ഫോർമുല ആണല്ലേ. ഫോർ എംപെറിക്കൽ ഫോർമുല തേർഡ് സെറ്റ് എന്താണ്? എംപെറിക്കൽ ഫോർമുലയാണ്. നമുക്കറിയാം ഫോർ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈന് വാല്യൂ എത്രയാണ്? 2.7 ക്യാപിറ്റൽ ബി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ആണ് അല്ലെ. ഫോർ ഏതിനാണ്? ഡയറക്റ്റ് അറിയാം നമുക്ക്. ഫോർ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ. ആൻഡ് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെന്ന്. പറയുന്നില്ലേ? പറയുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ക്യാപിറ്റൽ വി എത്രയാണ്? 80 ആണ്. സോ ദിസ് വിൽ ബി ഗെറ്റഡ് ആസ് 2.7 ഇൻറ്റു ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് 80 ആണ് ഡിവൈഡ് ബൈ 320. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 67 മീറ്റർ അഗെയിൻ. സോ ഈ മൂന്ന് വാല്യൂസിൽ അതായത് 67, 42.4 ആൻഡ് 67 അതിൽ ഏതാണോ മാക്സിമം അതായിരിക്കും നമ്മുടെ ലെങ്ത് ഓഫ് ദ ട്രാൻസ്മിഷൻ കർവ്. സോ അങ്ങനെ എഴുതുക. മാക്സിമം ഓഫ് ദീസ് ത്രീ വാല്യൂസ് എന്ന് എഴുതണം. ഈസ് കൺസിഡർ ആസ് ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ കർവ്. സോ ദെയർഫോർ ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ കർവ് ഈസ് ഈക്വൽ ടു 67 മീറ്റർ എന്ന് കിട്ടും. ഇതും കൂടി നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, ബോക്സ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. ക്ലിയർ അല്ലേ? സോ എന്തൊക്കെയാണ് ചോദിച്ചത് ഇവിടെ? ടോട്ടൽ വിഡ്ത്ത് ചോദിച്ചു. ദാറ്റ് ഈസ് 8.08 എന്ന ആൻസർ കാണണം. 8.08 എന്ന ആൻസർ കാണണം. പിന്നെ എന്താ കണ്ടത്? യെസ് 67 മീറ്റർ എന്ന ആൻസർ എടുത്ത് കാണണം. യു വിൽ ഗെറ്റ് മാർക്സ്. ക്ലിയർ അല്ലേ? എല്ലാ സ്റ്റെപ്പും എഴുതണം, ബോക്സ് ചെയ്യുക, ഫോർമുലാസ് എല്ലാം. സൂപ്പർ എലിവേഷൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് പറയുക. അല്ല 0.09 കിട്ടിയിട്ടും നമ്മൾ 0.07 എടുത്തുള്ളൂ. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണ്. അതിലെ മാക്സിമം വാല്യൂ എത്രയാണ്? 0.07 ആണ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ഇതാണ് പാർട്ട് ബിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ എസ്സേ. 14 മാർക്കിൻ്റെ പരിപാടിയാണ്. 9 മാർക്കും 5 മാർക്കുമാണ്. ക്ലിയർ അല്ലേ? ഈ ന്യൂമറിക്കൽ 9 മാർക്ക്, നമ്മൾ നേരത്തെ എഴുതിയ ഡെറിവേഷന് 5 മാർക്കാണ്. ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിലെ സെക്കൻഡ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? അതിൽ 2 പാർട്ട് ഉണ്ട്, എ ആൻഡ് ബി. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫ്രിക്ഷൻ ഓൺ ജോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേസ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്കിഡ് റെസിസ്റ്റൻസ് ഓഫ് എ റോഡാണ്. യെസ്, ഫ്രിക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം 2 ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ലാറ്ററൽ ഫ്രിക്ഷൻ. ലാറ്ററൽ ഫ്രിക്ഷൻ കർവിൽ മാത്രമേ വരാറുള്ളൂ. ബാക്കി എല്ലാ പോർഷനിലും നമ്മൾ എന്ത് ചെയ്യാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ ആണ് അല്ലേ. അതായത് ഹൈവേ നമുക്കറിയാം കുറേ സ്ട്രെയിറ്റ് പോർഷൻ ഉണ്ട്, വളവുകളുണ്ട്, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. അതല്ലേ റോഡ് എന്ന് പറഞ്ഞാൽ. കുറേ സ്ട്രെയിറ്റ് പോർഷൻ ഉണ്ട്, കർവുണ്ട്, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. ഈ കർവ് എന്ന് പറയുന്ന പോർഷനിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഏതാണ്? ലാറ്ററൽ കോഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.15 ആണ്. ബാക്കിയുള്ള എല്ലാ പോർഷൻസിലും ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ ആണ്. ആൻഡ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് നോക്കിയേ. ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്കിഡ് റെസിസ്റ്റൻസ് ആണ്. എവിടെയാണ്? ഇറ്റ് ഈസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ വെഹിക്കിൾ ടയർ ആൻഡ് ദ പേയ്മെന്റ് സർഫസ് ആണ്. ഫ്രിക്ഷൻ ഡിറ്റർമൈൻസ് ദ ഓപ്പറേറ്റിംഗ് സ്പീഡ് ആൻഡ് ദ മിനിമം ഡിസ്റ്റൻസ് റിക്വയർഡ് ഫോർ സ്റ്റോപ്പിംഗ് ദ വെഹിക്കിൾ അല്ലേ. നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താൻ പറ്റണ്ടേ? ബ്രേക്ക് ചെയ്ത് നല്ലപോലെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ വണ്ടി നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ തെന്നി പോകില്ലേ. മഴക്കാലത്ത് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി അങ്ങ് പോകും. നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുമോ? ഇല്ല. നോക്കിയേ, ഇൻഫ്ലുവൻസസ് ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ എബിലിറ്റീസ് ഓഫ് ദ വെഹിക്കിൾ. തീർച്ചയായിട്ടും വേറെ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഹൊറിസോണൽ കർവിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ പോലെ കർവ്ഡ് പോർഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഏതാണ്? ലാറ്ററൽ ഫ്രിക്ഷൻ ആണ്. ടു കൗണ്ടർ ആക്ട് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആൻഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.15 ആണ്. ഈ പോയിന്റുകളെല്ലാം എഴുതണേ. അടുത്തെന്താണ്? IRC റെക്കമെൻഡഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ കോഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്? 0.35 to 0.4. ആ വാല്യൂ എഴുതണം, ആ പേരുകൾ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ദെൻ IRC റെക്കമെൻഡഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ലാറ്ററൽ കോഷ്യന്റ് എത്രയാണ്? 0.15 ആണ്. ഇതാണ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ അതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നോക്കിയേ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലിസ്റ്റ് ആക്കി എഴുതി. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതാതെ ഓരോന്നും പോയിന്റ് ആക്കി എഴുതണം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്കിഡ് റെസിസ്റ്റൻസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു 4 മേജർ കാറ്റഗറീസ് ആണ്. ഒന്ന്, പേയ്മെന്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്നാമത്തെ പോയിന്റ് അങ്ങനെ ആക്കി എഴുതുക.
ദെൻ വെഹിക്കിൾ ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ വെഹിക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പീഡ് അല്ലെ ബ്രേക്ക് എഫിഷ്യൻസി അതേപോലുള്ള. ദെൻ ടയർ പ്രോപ്പർട്ടീസ്, നല്ല ടയറാണോ മൊട്ട ടയറാണോ ഗ്രിപ്പുള്ള ടയറാണോ അല്ലെ, പുതിയ ടയറാണെങ്കിൽ നല്ല നല്ല കട്ട ഉണ്ടാവും അല്ലെ, തേഞ്ഞ് തീർന്ന ടയറാണെങ്കിലോ വളരെ സ്മൂത്ത് ആയിരിക്കും, മൊട്ട ടയർ എന്ന് പറയുമല്ലേ നമ്മൾ. ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, അതായത് മഴ പെയ്യുന്നുണ്ടോ, സർഫസ് വെറ്റ് ആണോ, സർഫസ് നല്ലപോലെ ഡ്രൈ ആണോ അല്ലെ എന്നുള്ളതൊക്കെയാണ്, സർഫസ് സ്മൂത്ത് ആണോ എന്നുള്ളതൊക്കെ. സോ ഈ 4 പോയിന്റുകൾ ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്കിഡ് റെസിസ്റ്റൻസ്. ലിസ്റ്റ് ആക്കി എഴുതണം, ഇങ്ങനെ പാരഗ്രാഫ് ആക്കി എഴുതരുത്. എക്സാമ്പിൾ കാണിച്ചാണ്, ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ നോക്കിയാൽ നിങ്ങളാണ് പേപ്പർ നോക്കുന്നതെങ്കിൽ നിങ്ങളിത് വായിച്ചെടുക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ വായിച്ചെടുക്കണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എഴുതാനുള്ള പോയിന്റുകൾ ബുള്ളറ്റ് ആക്കി നമ്പർ ഇട്ട് ലിസ്റ്റ് ആക്കി എഴുതുക. സോ കാണുമ്പം അല്ലെ പേപ്പർ നോക്കുന്ന ആൾക്ക് ഈസിയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ. ക്ലിയർ അല്ലേ. ഇതാണ് 12ാമത്തെ ക്വസ്റ്റിലെ ഫസ്റ്റ് പാർട്ട്. 12ാമത്തെ ക്വസ്റ്റിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അടുത്ത പാർട്ട് നോക്കിയേ, ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 12ലെ ബി പാർട്ട്. ഓക്കെ അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ചേ. കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, SSD ആണ് ചോദിച്ചിരിക്കുന്നത്. റിക്വയർഡ് ഓൺ 2 lane റോഡ് ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് ക്യാപിറ്റൽ V എത്രയാണ്, 65 km/h അറ്റ് എ ഗ്രേഡിയന്റ് ഓഫ് അല്ലെ, അറ്റ് എ ഗ്രേഡിയന്റ് എന്നാണ് പറയുന്നത്, അത് അപ്ഗ്രേഡഡ് ആണോ ഡൗൺ ഗ്രേഡഡ് ആണോ എന്ന് പറയുന്നില്ല. സോ ക്വസ്റ്റിലെ മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റിൽ അവർ എന്ത് ചെയ്യേണ്ടിയിരുന്നു, അത് കയറ്റമാണോ ഇറക്കമാണോ എന്ന് സ്പെസിഫൈ ചെയ്യേണ്ടിയിരുന്നു. ബിക്കോസ് SSD ഓൺ എ ഗ്രേഡിയന്റ് നമുക്ക് 2 ഇക്വേഷൻ അവൈലബിൾ ആണ്. സോ ദേ ആർ സെയിങ് the vehicle is moving at a speed of 65 km at a gradient ആണെന്ന് പറയുന്നത് ഓഫ് 2%, which can be എന്തൊക്കെ ആവാം, which can be ചിലപ്പോൾ എന്താവാം, അവർ ഉദ്ദേശിച്ചത് അപ്ഗ്രേഡിൻ്റ് ആവാം, ചിലപ്പോൾ അവർ ഉദ്ദേശം എന്താവാം ഡൗൺ ഗ്രേഡിൻ്റ് ആവാം. ഓക്കെ, അവരുടെ ഉദ്ദേശം എന്തായാലും ക്വസ്റ്റിന് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും, സേഫർ സൈഡിൽ നിൽക്കും, നമ്മൾ രണ്ട് കേസിൽ നമ്മൾ ആൻസർ ചെയ്യും. ഓക്കെ അല്ലേ. അഡോപ്റ്റ് റിയാക്ഷൻ ടൈം ഓഫ് 2.5 seconds ആണ്. ആൻഡ് കോഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ F is equal to 0.35 ആണ്. ഇത് ചെയ്യാൻ എല്ലാവർക്കും നമുക്കറിയാം. ഫസ്റ്റ് റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ. എന്താണ്, ആദ്യം ഇക്വേഷൻ എഴുതണേ. സിൻസ് ക്വസ്റ്റ്യനിൽ അപ്ഗ്രേഡഡ് ആണോ ഡൗൺ ഗ്രേഡഡ് ആണോ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഇംപ്രസ് ചെയ്യണം, ഇക്വേഷൻ എഴുതുക അല്ലേ. എന്നിട്ട് അതിൽ അപ്ഗ്രേഡിന് വേണ്ടി ഇത് ഇക്വേഷൻ ആണ്, ഡൗൺ ഗ്രേഡിന് വേണ്ടി മറ്റേ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതി വെക്കുക. സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് എന്താണ്, നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, മാക്സിമം മാർക്ക് കിട്ടുക. നമുക്കറിയാം ഇക്വേഷൻ ഇസ് 0.278 ക്യാപിറ്റൽ V into T പ്ലസ് ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡ് ബൈ 254 into F പ്ലസ് ഓർ മൈനസ് എന്താണ് 0.01 n ആണ് അല്ലേ. ഇതാണ് നമുക്കറിയാം, ഈ ഇക്വേഷൻ നമുക്കറിയാം. ആദ്യം ഇക്വേഷൻ എന്താ ബോക്സ് ചെയ്യാം. ആൻഡ് ഇവിടെ എന്ത് എഴുതുക, പ്ലസ് ഈസ് യൂസ്ഡ് ഫോർ അപ്ഗ്രേഡിയൻ്റ് ആണ് അല്ലേ. ആൻഡ് മൈനസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണോ ഫോർ ഡൗൺ ഗ്രേഡിയൻ്റ് അല്ലേ. Isn't it? Yes. ഇത്രയും എഴുതിയാൽ തന്നെ അല്ലെ. ക്വസ്റ്റ്യനിൽ പാളിച്ച വന്നിട്ടുണ്ട് അവർക്ക്, അവർ ഡൗൺ ആണോ അപ്പ് ആണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ആ പാളിച്ച നെഗറ്റീവ് ആണ് അല്ലെ, പ്ലസ് ആണെങ്കിൽ അപ്ഗ്രേഡിനും, നെഗറ്റീവ് ആണ് ഡൗൺ ഗ്രേഡിനും ആണ് എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. എന്നിട്ട് നമ്മൾ 2 കേസിലും എന്ത് ചെയ്യും, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദാറ്റ് ഒരു തരത്തിലും നമ്മളെ മാർക്ക് ലീക്ക് ആകരുത് അല്ലേ. സോ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടണം. സോ SSD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, SSD വിൽ ബി ഈക്വൽ ടു അല്ലെ, ഫോർ അപ്ഗ്രേഡിന് എഴുതാൻ നമുക്ക് വേണമെങ്കിൽ ആദ്യം അല്ലെ, ഫോർ അപ്ഗ്രേഡിയൻറ്റ് ഇഫ് കേസ് ഈസ് അപ്ഗ്രേഡിയൻറ്റ്. ഓക്കെ അല്ലേ. നിങ്ങൾ നോക്കിയേ, ആ ക്വസ്റ്റിൻ്റെ മാർക്ക് വന്നിരിക്കുന്നത് 9 മാർക്കാണ്, 8 മാർക്കാണ്. ഓക്കെ, 8 മാർക്കാണ്. അതായത് 4 മാർക്ക് ചിലപ്പോൾ അപ്ഗ്രേഡിനും 4 മാർക്ക് ചിലപ്പോൾ ഡൗൺ ഗ്രേഡിനും ആയിരിക്കാം. ചിലപ്പം അല്ലേ അവർ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ 2 രീതിയും ചെയ്യണം. 0.278 ക്യാപിറ്റൽ V എത്രയാണോ 65 ആണ്, ഇൻറ്റു സ്മോൾ ടി എത്രയാണ് പറയുന്നത് അവർ 2.5 ആണ്, പ്ലസ് ക്യാപിറ്റൽ V സ്ക്വയർ നമുക്കറിയാം 65 ആണ്, ഡിവൈഡ് ബൈ 254 ഇൻറ്റു F വാല്യൂ എത്ര തന്നിരിക്കുന്നത് 0.35 അല്ലേ. യെസ്, 0.35 ആണ്. സിൻസ് ഇറ്റ് ഈസ് എൻ അപ്ഗ്രേഡിയൻ പ്ലസ് ആണ് വരേണ്ടത്. ആൻഡ് n എന്ന് പറയുന്നത് എത്രയാണ്, യെസ് എത്രയാണ് 2% അല്ലേ. സോ 0.01 n എന്ന് പറഞ്ഞാൽ 0.02 എന്ന് വരും. Isn't it? If you do this, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വളരെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 45.18 പ്ലസ് 45 എന്ന് കിട്ടും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 90.18 മീറ്റർ എന്നാണ്. എപ്പോൾ വെൻ ഇറ്റ് ഈസ് ഇൻ എ അപ്ഗ്രേഡിൻ്റെ ആണ്, ഓക്കെ. സോ ഹൈലൈറ്റ് ചെയ്യുക, ആൻസർ അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത്തെ എന്താണ് നമ്മൾ എഴുതേണ്ടത്, ഇത്രയേ ഉള്ളൂ അപ്ഗ്രേഡിന്. ആൻഡ് ഡൗൺ ഗ്രേഡിന് ആണെങ്കിലോ ഇതേ കേസ്, ഡൗൺ ഗ്രേഡിന് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം സെയിം ആണ്, പ്ലസ് മാറി മൈനസ് ആവും. അതായത് SSD വിൽ ബി ഈക്വൽ ടു 0.278 ഇൻറ്റു ക്യാപിറ്റൽ V 65 ആണ്, ഇൻറ്റു T എന്ന് പറയുന്നത് എത്രയാണോ 2.5 seconds ആണ്, പ്ലസ് ക്യാപിറ്റൽ V സ്ക്വയർ ദാറ്റ് ഈസ് 65 സ്ക്വയർ ഡിവൈഡ് ബൈ 254 ഇൻറ്റു F എത്രയാണോ, എത്രയാണ് 0.35 ആണ്. സിൻസ് ഇറ്റ് ഈസ് ഡൗൺ ഗ്രേഡിയൻ മൈനസ് ഇടണം, 0.02 എന്നിടും. ഓക്കെ, ഈ ഒരു ഡിഫറൻസേ ഉള്ളൂ. നേരത്തെ ഇതെന്തായിരുന്നു, പോസിറ്റീവ് ആയിരുന്നു, അത് ഇപ്പോൾ മൈനസ് ആയി.
ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഇത് സെയിം വാല്യൂ ആണ് 45 പോയിന്റ് എത്രയാണ് യെസ് 18 തന്നെയാണ് പ്ലസ് ഈ വാല്യൂ കുറച്ചൊന്ന് കൂടും എത്ര കിട്ടുക യെസ് എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ യെസ് സെപ്പറേറ്റ് നമ്മൾ എഴുതുന്നില്ല എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 95.4 മീറ്റർ എന്ന് കിട്ടും 95.4 മീറ്റർ എന്ന് കിട്ടും ഓക്കെ അല്ലേ സോ അവർക്ക് സൗകര്യമുള്ള ഏത് വേണം എടുക്കാം നമുക്ക് രണ്ട് വേറെയാണെന്ന് നമ്മൾ കാണിച്ചു അല്ലേ ഇക്വേഷൻ നമ്മൾ വളരെ വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ പ്ലസ് ഫോർ അപ്ഗ്രേഡിനും മൈനസ് ഡൗൺ ഗ്രേഡിനുമാണ് നമ്മൾ അപ്ഗ്രേഡിന് കാൽക്കുലേറ്റ് ചെയ്തു ഡൗൺ ഗ്രേഡിന് കാൽക്കുലേറ്റ് ചെയ്തു ഓക്കെ അല്ലേ അവർ ഉദ്ദേശം ക്വസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ ഉദ്ദേശിച്ചത് രണ്ട് ഗ്രേഡിനും കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കാം ഓക്കെ അല്ലേ സോ വി ഹാവ് ഡൺ ബോത്ത് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും യാതൊരു ഡൗട്ടും ഇല്ല ഓക്കെ അല്ലേ സോ ഇതാണ് ഇത് എസ് എ ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ എസ് എ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ എസ് എ ക്വസ്റ്റ്യൻ വെയിറ്റ് രണ്ടാമത്തെ എസ് എ ക്വസ്റ്റ്യൻ ആണിത് അല്ലേ അതിൻ്റെ ആൻസറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ എസ് എ ക്വസ്റ്റ്യൻ അതിൻ്റെ ബി പാർട്ട് നമ്മൾ ചെയ്തു എ പാർട്ട് നമ്മൾ ചെയ്തു ക്ലിയർ അല്ലേ സോ ഇതാണ് നമ്മളെ മൊഡ്യൂൾ 1-ലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ മൊഡ്യൂൾ 1 പാർട്ട് എയിൽ 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ 14 മാർക്കിന് ഒരു എസ് എ ചെയ്താൽ മതി അതിന് ചോയ്സ് ഉണ്ട് നമുക്ക് 11 and 12th ക്വസ്റ്റ്യൻ അതിനും എ ആൻഡ് ബി പാർട്ട് ഉണ്ട് ക്ലിയർ അല്ലേ യെസ് അടുത്ത മൊഡ്യൂള് സൊല്യൂഷൻ പ്രോഗ്രാം ആയിട്ട് വരുന്നവരെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ആൻഡ് വി വിൽ സീ ദ നെക്സ്റ്റ് സെഷൻ താങ്ക് യു